സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്യോസ് സപ്രേം ദ്വിതീയൻ പാത്രിക്കീസ് ബാവ തിരുമേനിക്ക് പട്ടം സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അത്യുന്നത കർദിനാൾ മോറോൻ ബസേലിയോസ് ക്ലീമിയസ് കാതോലിക്ക ബാവ തിരുമനസും അഭിമന്യ പിതാക്കന്മാരും ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്തരും അൽമായ സഹോദരങ്ങളും ചേർന്ന് സ്വീകരിച്ചിരിക്കുകയാണ്. പരിശുദ്ധ പാത്രിക്കീസ് ബാവ തിരുമേനിയെയും അഭിമന്യ പിതാക്കന്മാരെയും ബഹുമാനപ്പെട്ട വൈദികരെയും പട്ടം സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പാത്രിക്കീസ് ബാവായെയും സ്വീകരിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഇപ്പോൾ വിശുദ്ധ ജോൺ പോൾ പാപ്പ കവാടം വഴി കത്തീഡ്രലിൻ്റെ പ്രധാന വാതിൽക്കലേക്ക് എത്തിച്ചേരുന്നതാണ്. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും ദേവാലയ പരിസരത്തിലേക്ക് എത്തിച്ചേരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ തമ്പു ജോർജ് തുകലൻ, വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട റോയി ജോർജ് അച്ഛൻ, അൽമായ സെക്രട്ടറി ശ്രീ ജേക്കബ് സി മാത്യു എന്നിവരും വിശിഷ്ടാതിഥികളോടൊപ്പം ക്രമീകരിച്ചിരിക്കുന്ന കസേരകളിൽ ഇരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്യോസ് സപ്രേം ദ്വിതീയൻ പാത്രിക്കീസ് ബാവ തിരുമനസിനെ സെൻറ് മേരീസ് കത്തീഡ്രലിൻ്റെ കവാടത്തിൽ വെച്ച് സ്വീകരിച്ച് പ്രദക്ഷിണമായിട്ട് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ പാത്രിക്കീസ് ബാവ തിരുമനസിനെ നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദേവാലയത്തിലേക്ക് സ്വീകരിക്കാം.
بثملكم شبحوا قوما هللويا وهللويا ومالك ثمن يمينه وذويا ميكو بسابو هاليلويا هاليلويا نصرق رقمل كل شبري بارك بولا برو قديشو من النولم آدم الغولم والميرامي ربعوث حلوفين شبهور دمهيني ليه دودك نغميني لبدرغمي الكولا صومن قال سوريلا يسوع مريم إزمرنم ദൈവാ പസകന്യ മറിയാമിന്നായി പരിമളധൂപചുരുൾ വായുവിലുയരുന്നു മുറിയോറാകെ മാലൈനുവാലാറൈ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൻ വടികളയും മായ്ച്ചിടേണം. صديق واخدق له نفرح هللويا واخر زد لابن النشواح نفرض نسراب صيبوسو هللويا شامين باسين بنغود باركمو الأب والأبر والروح قديشو
منولم وادام الولم والمينامي أخران أخمرتو مشليحو ركوب ليلبس مايو ويلن دياكا دكرونو نسدر نسلاوسو ستومن قالوس كرينايسو لكن بيكم ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനധീനെ പാർക്കുമോ ولا بولا برو والروح قديشو മിശിഹായെ കാൺമാൻ സഹദേരാശിച്ചു വാളാൽ ചിറകേന്തി ഉന്നത പദമേറി മുറിയോറാകെ മലൈനുവാദാരേ من قديش الهوى ഹൗദാബത്തുൻ സബിയോനെ ദുരാബാർ ബൻബാത്തൽ മേന മഹുവോസോ ശബ്ദേ ദുരുഗ്സോ എല്ലാവരും സ്വസ്ഥാനങ്ങളിലിരിക്കുക. പരിശുദ്ധ പാത്രിക്കീസ് ബാബാ തിരുമേനിയും അഭിവന്യ കത്തോലിക്ക ബാബാ തിരുമേനിയും അഭിവന്യ പിതാക്കന്മാരും ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇപ്പോൾ ഇരിക്കുന്നതാണ്. യാക്കോബായ സുറിയാനി സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ തമ്പു ജോർജ് തുകലൻ, വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട റോയി ജോർജ്
അൽമായ സെക്രട്ടറി ശ്രീ ജേക്കബ് സി മാത്യു എന്നിവർ ദയവായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് വരണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രികീസ് ബാവ തിരുമേനി, ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ അന്ത്യോക്യയിലെ വിശുദ്ധ പത്രോസ് ലീഹായുടെ സിംഹാസനത്തിൻ്റെ 122ാമത്തെ പിൻഗാമി, 1965 സിറിയയിൽ ജനിച്ചു. ലെബനോനിലും ഈജിപ്തിലുമായി വൈദിക പരിശീലനം നടത്തി 1985 20ാമത്തെ വയസ്സിൽ സന്യാസവ്രതം സ്വീകരിച്ചു. അതേ വർഷം തന്നെ പൗരോഹിത്യ പട്ടവും സ്വീകരിച്ചു. Is exemplify as a pillar of strength for the entire Christian community, guiding us through both joys and challenging times. Antioch of a troubleshooter in Christendom. Even from the very first century of Anno Domini, right from the time of St. Paul and St. Barnabas, it was in Antioch the difference. Time of St. Paul and St. Barnabas, it was in Antioch the differences over the circumcision of the Gentiles converts were resolved. It was in Antioch that they were delegated to the Jerusalem Synod to resolve the disagreements within the then nation church. And I strongly feel that at this difficult time, Your Holiness is rightly placed to sort out the differences within and among the Malankara churches. I sincerely hope and pray to the one who walked over the waves and calmed the seas to empower His Holiness in every way to take up and move forward in this task. In this modern world filled with uncertainty and turmoil, the wisdom and compassion of Your Holiness offer solace and inspiration to all who seek guidance.
we need to reaffirm our commitment to unity, compassion, and service to others. Let us draw inspiration from this great ecumenical leadership of His Beatitude and strive to emulate the virtues of humility, kindness, and understanding in all that we do. On behalf of the entire congregation, the entire church, I extend my heartfelt welcome to His Holiness, the Patriarch of Antioch, and the spiritual delegates accompanying His Holiness. Tobasloom, Kumramalio, Moran Mor Ignatius Aframe, Trayono Lenamto, the Ito, the Catholicoito, the Malangara. Hanan, Catholicos Basilius Climis, U Metropolite, U Episcope, Haso U Kohene, U Dairoyoso, Mam Shemshone, Olmoe, Naskenan Lemesab, Burktos Lihoito, Menkun. Taudioso Sagioso, Elasoro Tugan, the Cabro de Morivanius, Abdodaluho, Taudi Sagi, Tobaslo, Abor Himo. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്ത അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് invite His Beatitude, Moreover Basilius Cardinal Clemis Catholicos, the Major Archbishop Catholicos of the Syro-Malankara Catholic Church, to deliver the felicitation address. Shem Abu Abro Ruho Kadisho Hadaloho Shariro Laolam Mulmin. Your Holiness, Moranmor Ignatius Ephraim Karim II, the Venerable Patriarch of the Universal Orthodox Syrian Church, Your Grace, Most Reverend Joseph Mar Gregorius, the newly declared appointed Malankara Metropolitan of the Syrian Orthodox Church in India, my brother archbishops and bishops of the Catholic and Syrian Orthodox churches present here, dear esteemed delegates accompanying the Holy Father in his apostolic visit, and the personal secretaries to His Holiness Morogin and More Chrysostomus, the officials of the Syrian Orthodox Church in India, the priest secretary, Reverend Father Roy George, and our friend Mr. Tambu George Tugalan, and Sri Jacob C. Matthew, the lay secretary, and all the Chorepiscopoi, including Katumungat Slibaram, Chorepiscopa, and all the Reverend Fathers of the Syrian Orthodox Church, and my own beloved priest. Dear Fathers, Major Superiors, representatives of the parishes assembled here to receive the Holy Father here in the cathedral, and my friends and the friends from the media, it is my great privilege to see you all in this sacred temple with the Venerable Patriarch of the Syrian Orthodox Church present here and praying with us, and finally
he would impart his apostolic blessing to us. This is a historic moment of grace. This is the moment for which our Holy Fathers prayed throughout, and our beloved Father in faith, the servant of God, Archbishop Marivanius, of venerable memory, who dreamt and prayed, still praying in heaven, that all of us should be able to raise the sacred chalice of communion one day at the same altar, dignified, respected, and with brotherly affection, without losing the ecclesial identities and sources which gives us the spiritual strength. And I am particularly grateful to His Holiness because he has promised me that he would visit Trivandrum and visit us when he comes to India next time. Holy Father, you realized your promise. Maybe now it is my turn to come and visit you in Damascus, not in Beirut. As all of you know, the Holy Father wished to stay in Damascus. Of course, that word, the city's name, is very close to us, not only in the annals of the history, emotionally attached to that, and that spiritual bondage between us and all the Syriac Christians throughout the world. And the Holy Father chose to reside in a most troubled period of history, to stay there because of the love for his folk, forgetting what would happen to him personally. And this is what the true sense of martyrdom, the true sense of trust in the providence of the Lord. He will guide us. And that is the strength he has expressed as he assumed the throne of St. Peter in Antioch. And we are today blessed to have the Holy Father with us. It is not the first time that such historic visits happened in the city of Trivandrum. In 1982, when the Jacobite Syrian Church wished to start the parish community in Trivandrum, well, they had no place at that time. Now they are rich, they can have many places. But that time, they really had no place. It was our beloved predecessor, Archbishop Benedict Mar Gregorios of venerable memory, who gave or extended the helping hand to the Jacobite Syrian Church in Trivandrum for having the Holy Kurbanos celebrated in our Palayam Church. It was Perimballil Tirumeni who celebrated the first Holy Kurbano there in the full presence of Archbishop Benedict Mar Gregorios Tirumeni. And that parish, the St. Peter's Cathedral, and today I have heard Holy Father speaking, I have listened to your speech as well, saying this cathedral belongs to me. As he is the custodian of, and spiritual father of the St. Peter's Cathedral, and this cathedral belongs to me. And I must say, the Holy Father said that cathedral now has become the source of inspiration to this Tekkan Meghala of the Jacobite Syrian Church. And we are proud of that. And it was to this parish community, the present St. Peter's Cathedral Parish, Archbishop Benedict Mar Gregorios of venerable memory gave a piece of land for the first time outside the Malangara Catholic Church, a place for those who are buried. Then we extended the same attitude to the Malangara Orthodox Church, giving a place for cemetery. And last year we gave the same to the Mar Thoma Syrian Church.
And we are really proud and privileged to say all these churches express and manifest their brotherly affection to us. It is because of that we would be able to show our spiritual communion. It was in 1982 when Patriarch Ignatius Sakaiwas of the Venerable Memory visited Trivandrum. It was Archbishop Mar Gregorios who was the convener of the reception given to the Holy Father in the Senate Hall at that time. So it is not the first time that the Holy Father visiting the city of Trivandrum. But this is a historic time that the Holy Father has decided to accept our offer coming to our chief cathedral, our main center of worship, where our Holy Father Mar Ivanius and Mar Gregorios and Cyril Basilios, they are buried. As you have seen, it's a treasury of our fortune. This tomb is a source of strength for us. I'm really thankful as our beloved Kyrillos Tirimeni, our Secretary of the Holy Episcopal Synod, shared with you. You are in a very special way manifesting the Christian commitment to the entire society in the midst of the trials and tribulations of your own folk and your own church. And the peace negotiations and the reconciliatory attitudes which is beautifully maintained by this Holy Father is something commendable. Dialogue with the Muslim community, dialogue with the entire other Christian or churches and the other religious communities throughout the world. Joining with the Holy Father Pope Francis in Rome and all the venerable patriarchs and heads of churches. And by the way, Holy Father maintains a very personal, cordial relationship with our dear, beloved Yunan Patriarch Baba Tirimeni. They have very fraternal exchange of peace and also the unity affairs. Holy Father, we know you have so much to do to strengthen the community which is entrusted to you. We pray for you, and spiritually we are linked. And we will not fail in that remembrance of your face when we pray to the Lord. You will be in our prayers, especially because of this historic visit. How can we forget you? We will keep you in our prayers, and especially when we pray the Rosary and the special devotion to the Blessed Virgin Mary, we will keep you in our thoughts and our meditations. Joseph Mar Gregorios Tirimeni has assumed, or he has received, or he is commissioned to lead the Jacobite Syrian Church of India with a new mission. His Holiness has declared him the Malankara Metropolitan of the Malankara Jacobite Syrian Church in India. And we, your sister church, we are extremely proud and glad in congratulating you. With a round of applause, we express our joy and our satisfaction that the Moran has found in you the spirit of strength and the prayerful credibility that you can lead the church forward. We pray for you. Moran, let me say a few words in Malayalam. The other day, Gregorios Tirimeni said, Sutram onnum pattilla. Not all Tirimeni can follow Malayalam. The other day, I asked Augen Tirimeni. Augen Tirimeni is a personal secretary who is sitting behind. I said, Tirimeni, did you learn Malayalam? He said 2 words.
I said, what are those? After hearing that, I understood these are the most needed things when he accompanies the Holy Father. And the first one, tallalle, tallalle, because of the crowd. And finally, when it is needed, he would say, kollalle. His main concern is to protect Baba Dirumeni. And Baba Dirumeni knows Malayalam, and when Baba Dirumeni was elevated to the See of Peter in Antioch, our Eusebius Dirumeni and the team representatives from our diocese in New York went to the Holy Father and offered our congratulations at that time. So we have a bond with him. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഇന്ന് ഇപ്രകാരം വിലപ്പെട്ട, നാളെ പരിശുദ്ധ പിതാവ് സ്വദേശത്തേക്ക് മടങ്ങുന്ന സമയമാണ്. എന്നാൽ ഈ വിലപ്പെട്ട ഈ മണിക്കൂറുകൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് ഏറെ ഈ പിതാവിൻ്റെ അനുഗ്രഹീതമായ ആത്മീയതയെ സൂചിപ്പിക്കുന്നു. പിതാവിന് വേണമെങ്കിൽ അരമനയിലോ കാതോലിക്കേറ്റിലോ വന്ന് ഒരു അരമണിക്കൂർ ഒരു ചായയൊക്കെ കുടിച്ച് സന്തോഷമായി ഒക്കെ പിരിയാമായിരുന്നു. എന്നാൽ നമ്മുടെ ഈ പരിശുദ്ധ ആലയത്തിൽ വന്ന് നമ്മോടൊപ്പവും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് കാണിച്ചതും, ഇന്ന് വൈകുന്നേരവും ഉള്ള മറ്റൊരു ഔദ്യോഗികമായ മുഖ്യമന്ത്രിയൊക്കെ സംബന്ധിക്കുന്ന ഒരു ചെറിയ ഒരു ചടങ്ങിൽ കൂടി നമ്മുടെ സഭയുടെ കൂട്ടായ്മയിൽ പരിശുദ്ധ പിതാവ് സംബന്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ ആത്മീയമായ സ്നേഹത്തെ കാണിക്കുന്നു. ഞാനിവിടെ കൂടിയിരിക്കുന്ന സഭാമക്കളോടും എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോടും മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന നാനാജാതി മതസ്ഥരോടും എല്ലാ ക്രൈസ്തവ മക്കളോടും ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഗ്രിഗോറിയസ് തിരുമേനി could translate to him. സൂത്രം പാടില്ല, കറക്റ്റ്. അപ്പോൾ ഈ പരിശുദ്ധ പിതാവുമായി മലങ്കര സഭയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധികളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഫോണിലൂടെയും നേരിട്ടും. വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പരിശുദ്ധ പിതാവിനോട് സംസാരിച്ചിട്ടുള്ളത്. ഇവിടെ പരിശുദ്ധ കുർബാനയുടെ തിരുസാന്നിധ്യമുണ്ട്. ഇപ്പോൾ ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ സന്തോഷപൂർവ്വം ഹൃദയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഒരവസരത്തിൽ ഒരു നിമിഷം പോലും ഏതൊരു സഭയെക്കുറിച്ച് ഉള്ള ഒരു പ്രതിസന്ധിയും ബുദ്ധിമുട്ടുമൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാം. ആ സഭയെക്കുറിച്ച് ഒരിക്കൽ പോലും ഒരു വാക്ക് മോശമായോ വിദ്വേഷപരമായോ അദ്ദേഹം ഒരിക്കലും എന്നോട് സംസാരിച്ചിട്ടില്ല. അത് ചിലപ്പോഴെന്നെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. He always spoke of the true Christian love, and that makes him a different, venerable patriarch, and that is his credit. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനേക്കാൾ അടുത്തു വന്ന് ഹൃദയം മനസ്സിലാക്കുമ്പോഴാണ് പൂർണ്ണമായി ചേർന്ന് നിൽക്കുവാൻ നമ്മുടെ ആത്മീയത നമ്മെ സഹായിക്കുക. ഈ പരിശുദ്ധ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒളിച്ചു വയ്ക്കാതെ തുറന്ന് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ മലങ്കര യാക്കോബായ സഭയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധികൾ വേഗത്തിൽ പരിഹരിക്കപ്പെട്ട് ആകമാന തിരുസഭയിൽ ദി അൺഡിവൈഡഡ് ക്രിസ്തൻഡം, ദി അൺഡിവൈഡഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിയൻ, അവിടെ സുറിയാനി സഭയുടെ ആധികാരികതയും പവിത്രതയും പൈതൃകവും അനന്യതയും ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഈ പരിശുദ്ധ പിതാവിൻ്റെ നേതൃത്വത്തിൽ സമാധാനപരമായും സ്നേഹനിർഭരമായും
സാധിക്കുന്നതിന് സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് നൽകാനുള്ള പ്രാർത്ഥനയും ഈ സഭകൾക്ക് വേണ്ടി സ്വർഗത്തോട് പറയാനുള്ള അപേക്ഷയും അതുമാത്രമാണ്. അത് സ്വർഗത്തിലെ ദൈവം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അസുലഭമായ മുഹൂർത്തത്തിൽ ആഗമന സഭ റോമൻ പൈതൃകമുണ്ട്, ബൈസെൻറ്റൈൻ പൈതൃകമുണ്ട്. വിസ്മരിക്കപ്പെട്ട ഒരു സുറിയാനി പൈതൃകമുണ്ട്. Often people speak of two lungs through which we can breathe. What about the third one? ദൈവിക രഹസ്യങ്ങളെ പൗരസ്ത്യ മനസ്സുകൾ വായിച്ചറിഞ്ഞ് ഭാഷാന്തരം ചെയ്ത ഒരു സഭയാണ് ഈ സുറിയാനി സഭ. നമ്മെ സംബന്ധിച്ച് ഈ പൈതൃകം നമ്മുടെ സ്വന്തമായി അനുഭവിക്കാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമായി കരുതുന്ന സഭയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ. ഈ സഭയുടെ പൈതൃകത്തിൽ ജീവിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നു എന്നത് വളരെ പ്രാധാന്യത്തോടെ നാമും നമ്മെ പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിച്ച പരിശുദ്ധ പിതാക്കന്മാരും അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. റോമൻ പൈതൃകം, ബൈസെൻറ്റൈൻ പൈതൃകം, ഇതിൽ മാത്രമായി ക്രിസ്തീയ ജീവിത മേഖല പരിമിതപ്പെട്ടിട്ടില്ല ഒരു കാലത്തും. സുറിയാനി പൈതൃകം, ദ സിറിയക് വെനറബിൾ ട്രഡീഷൻ, ഗുഹയിലും ഒളിച്ചിരുന്നും യുദ്ധം വരുമ്പോൾ ഒളിത്താവളങ്ങളിൽ അഭയപ്പെട്ടും ഒറ്റയ്ക്കും കൂട്ടമായും പലായനം ചെയ്തും വലിയ ദുരന്തങ്ങൾ അനുധാവനം ചെയ്തപ്പോഴും ഈ പൈതൃകം കൈവിടാതെ സൂക്ഷിച്ചവരുടെ പിൻഗാമികളാണ് ഇന്ന് ഈ ക്രിസ്ത്രൂമയിലും ഈ ഹൈക്കലായിലും ഒക്കെ ഇരിക്കുന്ന നാം ഓരോരുത്തരും. ഇത് തിരുസഭയുടെ പൈതൃകമാണ്. ആഗമന സഭയിൽ, കത്തോലിക്ക സഭയിൽ ഈ പൈതൃകം ഉയർത്തുവാൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയും മാറോനീത്ത സഭയും അന്ത്യോക്യയിലെ സുറിയാനി കത്തോലിക്ക സഭയും എളിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ബലം നൽകുന്നതിന് ഈ പരിശുദ്ധ പിതാവിന് കഴിയും, ഈ പരിശുദ്ധ സഭയ്ക്ക് കഴിയും. ഈ പൈതൃകം ഏതാനും കാലത്ത് ജീവിച്ച ഏതാനും ആളുകളുടെ ഒരു സ്വകാര്യമായ സമ്പത്തല്ല, ക്രൈസ്തവ സഭയുടെ കോമൺ ട്രഷറിയാണ് സിറിയക് ട്രഡീഷൻ ആൻഡ് ഈസ് ബിലവഡ് ഈഥോസ്. അതിന് നേതൃത്വം നൽകുന്ന അന്ത്യോക്യയിലെ പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ അധിപനാണ് നമ്മുടെ മധ്യേ ഇന്ന് സന്നിഹിതനായിരിക്കുന്ന ഈ പരിശുദ്ധ പിതാവ്. ഈ പിതാവിൻ്റെ ശുശ്രൂഷയിൽ നമുക്കുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ നമ്മുടെ സഭയുടെ വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് നിങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നതിൽ ഞാൻ ഹൃദയപൂർവ്വം സന്തോഷിക്കുന്നു. Holy Father, we have 12 dioceses in the Malankara Syrian Catholic Church, except from the USA and Canada. Of course, they cannot come. You know that. It is far away. And the additional grace is that you know them already when you were there. And the other dioceses are represented with the laity, the priest, and the religious and our fathers. Today being Sunday, it must be very hectic for our clergy to come. And believe me, all the eparchies are represented through the clergy and the laity. And for us, it was a joyful message that the Holy Father is visiting us. And they have come far away places to see and seek your blessing. And നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹവും നേരുന്നു. സഭയുടെ ഈ ഒരു
സന്തോഷത്തിൽ ഞാൻ നിങ്ങളെ അഭിമന്യ പിതാക്കന്മാരിലൂടെയും നേരിട്ടും നിങ്ങളെ അറിയിച്ചപ്പോൾ നിങ്ങൾ എക്യുമെനിക്കൽ ചരിത്രത്തിലെ ഒരു വലിയ ബന്ധമായി ഇതിനെ കണ്ട് നിങ്ങൾ അനുഭാവത്തോടുകൂടി ത്യാഗമെടുത്ത് വന്നു എന്നുള്ളത് നിങ്ങളുടെ പിതാവ് എന്നെ വിളിക്കുന്നതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുന്നതാണ് എന്നെൻ്റെ ഹൃദയത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സഖാപ്രഥമൻ ബാബാ തിരുമേനിയെ സ്വീകരിച്ചതുപോലെ 2021 when the Catholicos of the Malankara Orthodox Church, the present Catholicos, His Beatitude Basilius Marthoma III, when he assumed the office as the Catholicos, this church received him with honor and dignity. When the Metropolitan of the Malankara Marthoma Syrian Church, when he assumed the office, the present one, Theodosius Metropolitan, this church with all our bishops gathered and received him as well. പരിചയമില്ലാത്ത മറ്റാളുകൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് അത് ഞാൻ ലളിതമായി പറയുന്നു. ഇത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഒരു പുണ്യവും ഭാഗ്യവുമാണ്. നമ്മൾ വിളിച്ചാൽ സഭാധികാരികൾ സന്തോഷത്തോടെ നമ്മുടെ അടുക്കൽ വരുന്നു എന്നുള്ളത്. അത് നമ്മുടെ സഭയുടെ ഭാഗ്യമായി കരുതി ഈ പരിശുദ്ധ പിതാവിനെ അനുധാവനം ചെയ്യുന്ന എല്ലാ ഡെലഗേറ്റ്സിനും സുറിയാനി സഭയുടെ ഇന്ത്യയിലെ എല്ലാ ഔദ്യോഗിക ഭാരവാഹികൾക്കും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഈ യാക്കോബായ സുറിയാനി സഭയിലെ പിതാക്കന്മാരെ എല്ലാവരുടെയും പേരുകൾ എടുത്ത് പറയാൻ എനിക്കറിയാം. ആ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. ദിയോസ്കോറോസ് തിരുമേനി ഓർക്കും എന്നെ അറിയാമോ എന്ന്. എല്ലാവരെയും എനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ട്, എല്ലാവരോടും സ്നേഹമുണ്ട്. ഈ പിതാക്കന്മാരെ ഞാൻ ഗ്രിഗോറിയോസ് തിരുമേനിയോട് പറഞ്ഞു, പിതാക്കന്മാരെ ഓരോരുത്തരെ വിളിക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ അവരെല്ലാവരും പരിശുദ്ധ ബാബ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒന്നരാടം ഇരിക്കുന്നവരെല്ലാം നമ്മുടെ സഹോദരി സഭകളിലെ പിതാക്കന്മാരാണ്. അവർ ഇങ്ങനെ ഇരുന്നത് വഴി നമ്മുടെ എല്ലാം പൊതുപിതാക്കന്മാരായി അവർ മാറിയിരിക്കുകയാണ്. ജ്ഞാനായ സുറിയാനി സമുദായത്തിൻ്റെ മെത്രാപ്പൊലീത്ത അഭിനന്ദനായ സേവറിയോസ് തിരുമേനി ഇതിന് മാത്രമായി ബാബാ തിരുമേനിയെ കാണുന്നതിന് ഒരു സന്തോഷം അദ്ദേഹത്തിനുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ വന്നത് ഞങ്ങൾക്കൊരു സന്തോഷവും ഭാഗ്യവുമായി കരുതുന്നു. Those who are sitting behind Mr. Jacob Punnus, the former DGP of the state of Kerala. സാർ ഒന്ന് പതുക്കെ എഴുന്നേക്കാൻ പറ്റുമോ? Yeah, and Mr. John Mathai IAS, the former Chief Secretary of Kerala, and Lissy Jacob, truly Malangarite. She was also the former Chief Secretary. Her husband, Babu Jacob, also was Chief Secretary of the state of Kerala. And the next one is our Abraham Advocate Patiani, practicing in the Supreme Court in Delhi. He is the president of the Malankara Catholic Association of the Central Team. And Siji Mathai, she is the president of the Malankara Catholic Mothers Forum, the Central Team. And Ms. Angel, she is the outgoing president of the Malankara Catholic Youth Movement. She is a college teacher and very active in the youth affairs of our church. These are the people who represent our church. I don't simply say laity, they represent our church. All the Thirumenis are here. I don't need to introduce them. And all of you, thank you and God bless you. Pray for us. We will grow together in unity, aiming at one day raising the chalice to heaven and say, Lord, we belong to you. Amen. Thank you, Your Beatitude, for your words of inspiration, encouragement, and felicitation.
I humbly invite His Holiness to receive a token of love from our beloved Catholicos. To the patriarchs, what type of gift we should give? We can give only cross. They have enough, but then we will give one more. At another cross. And in fact, we have designed a special sliba for Moran so that you will keep it with you as your loving visit to us. And I humbly, on behalf of our church, we present to you Moran. ഈ ചരിത്ര സംഗമത്തിന് ആശംസകൾ അറിയിക്കുവാൻ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പോലീത്ത അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Your Holiness, more and more Ignatius Supreme II, the Prince Patriarch of Antioch and all the East, Supreme Head of the Universal Syrian Orthodox Church, His Beatitude, Basilios Clemens Catholicos, Cardinal of the Malankara Syrian Catholic Church, the Synod Secretary, Archbishop His Eminence Thomas More Kyrillos Tirumeni, Your Eminences, dignitaries, corpus corpus, reverend priests, deacons, nuns, and dear brothers and sisters. It's been a challenge and task to deliver a speech after our Katholika Baba, because he is an eloquent, great speaker. I'm not sure whether I should speak in Malayalam or in English. മൂന്നാഴ്ച മുമ്പാണ് ഈ സ്വീകരണത്തിൻ്റെ ഡീറ്റെയിൽസ് സംബന്ധിച്ച് എന്നോട് സംസാരിച്ചത്. വലിയ ഒരുക്കമാണ് നമ്മുടെ കത്തോലിക്ക ബാവ തിരുമേനി പരിശുദ്ധ പിതാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആസ്ഥാനത്ത് ഈ കത്തീഡ്രൽ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ പരിശുദ്ധ ബാവായുടെ ഈ സന്ദർശനത്തിൽ വ്യത്യസ്തമായ യുണീക്കായിട്ടുള്ള ഒരു റിസപ്ഷനാണ് മലങ്കര കത്തോലിക്ക സഭ പരിശുദ്ധ പിതാവിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു സൺഡേ ആണ്. ഇത്രയും വൈദികരെയും കന്യാസ്ത്രീകളെയും ഒരുമിച്ച് കൂട്ടുക എന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മാത്രവുമല്ല, ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസവും കൂടിയാണ്. എത്രത്തെ ഞായറാഴ്ചയാണ്, അല്പം സെലിബ്രേഷനൊക്കെ ആകാവുന്ന ഒരു ഞായറാഴ്ച. നാളെ മുതൽക്ക് നോയമ്പ് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ലെറ്റ് us സെലിബ്രേറ്റ് ടുഗദർ. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ മുതൽക്ക് എല്ലാത്തിലും നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് വരും. എനിക്കും കത്തോലിക്ക ബാവ തിരുമേനിക്കും ദർ ഈസ് എ സീക്രട്ട് കെമിസ്ട്രി. അത് പലരുമൊക്കെ അടക്കം പറയുന്ന ഒരു കാര്യമാണ്. സീക്രട്ട് കെമിസ്ട്രി ഒന്നും ഞാനോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാനായിട്ട് സാധിക്കും. ദർ ഇസ് എ സേയിങ് ഇൻ ഇംഗ്ലീഷ്, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് അത്രയും അർത്ഥസത്തയുള്ള ഒറ്റ വാക്കിൽ ഞാൻ ആ കാര്യം അവസാനിപ്പിക്കുന്നത്. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. യുവർ ഹോളിനെസ്, when we lost our churches, the churches we built, our people,
with their sweat and prayer and hard work. We lost, maybe it's a law of the land. Few people out of force took over the church, and our people were on the street, no place to worship. With tears, we were being forced out. And one church I would like to mention particularly, that is Perumbavoor Bethel Suloko Church. The church in the town, in the heart of the town, a beautiful church, recently completely built, the shopping complex, everything. Almost hundreds of families, 500, 600 families. We were been out and there is no space there. It's a town. It's not easy to get a land. And adjacent to our church, the Lost Church, there's a beautiful church of His Beatitude. And that church we were been using as our own church for more than 1 year, I think. More than 1 year, with full freedom. That is what I said, a friend in need is a friend indeed. ഞാനിത് പറയുമ്പം എല്ലാ സഭകളും, കേരളത്തിലെ എല്ലാ സഭകളും ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. ലത്തീൻ സഭയും സിറോ മലബാർ സഭയും മാർത്തോമാ സഭയും CSI സഭയും അതുപോലെ തന്നെയുള്ള പെൻറ്റക്കോസ്റ്റൽ ചർച്ചസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ ഈ ഒരു പ്രയാസഘട്ടത്തിൽ ചേർന്ന് നിന്നിട്ടുണ്ട്. അവരോടെല്ലാം ഞങ്ങൾക്ക് നന്ദിയുണ്ട്. സഫറിങ് ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിയില്ല. എത്ര സഫറിങ് ഉണ്ടെങ്കിലും എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ആ കഷ്ടപ്പാടിലൂടെയുള്ള യാത്രയിലാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളായ നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സുറിയാനി സഭ അല്ലെങ്കിൽ ഒരു സഭകളൊക്കെ തന്നെ ആദിമ നൂറ്റാണ്ട് മുതൽക്ക് അനേകം കഷ്ടപ്പാടുകളിലൂടെ ആയിരക്കണക്കിന് രക്തസാക്ഷികളിലൂടെ വളർന്നിട്ടുള്ള, വികസിച്ചിട്ടുള്ള, സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളൊരു സഭയാണ്. നമുക്കതിൽ അഭിമാനിക്കാം. ഈ തോരാത്ത മഴയില്ല എന്നുള്ളൊരു ഫേമസ് പാട്ടുള്ളതുപോലെ ഇതെല്ലാം മാറി മറിഞ്ഞ് സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാം. പരിശുദ്ധ പിതാവിൻ്റെ സന്ദർശന വേളയിലെ എല്ലാ പ്രസംഗങ്ങളിലും ഇവിടെ കത്തോലിക്ക ബാവ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരിക്കൽ പോലും പരിശുദ്ധ പിതാവ് മറുവിഭാഗത്തെ ആരെയും കുറിച്ച് ദോഷമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പം ആവേശം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പം ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. പക്ഷേ പരിശുദ്ധ പിതാവ് ഞങ്ങളെ ശാസിക്കാറുണ്ട്, സ്നേഹത്തോടു കൂടി മാത്രം. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ശത്രുക്കളെ സ്നേഹിക്കണമെന്നുള്ളത്. എത്ര ഉപദ്രവിച്ചാൽ തിരിച്ചുപദ്രവിക്കാൻ പാടില്ല. ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഞങ്ങളുടെ കാതോലിക്ക ബാവ പഠിപ്പിച്ചതാണ്. അത് തന്നെയാണ് പരിശുദ്ധ പിതാവ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ശത്രുക്കളെ മറുവിഭാഗത്തിന് ദോഷമൊന്നും സംഭവിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമെന്ന് മാത്രമേ മക്കളെ പ്രാർത്ഥിക്കാവുള്ളൂ എന്നാണ്. അവർക്കൊരു ദോഷവും സംഭവിക്കാൻ ഞങ്ങളെ രക്ഷിക്കണം. അവർക്കൊരു ദോഷവും നഷ്ടവും സംഭവിക്കാതെ ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സിങ്ങിലാണ് ഈ പരിശുദ്ധ പിതാവും അതുപോലെ തന്നെ ഇവിടെയുള്ള ക്രൈസ്തവ സഭകളും ഇവിടുത്തെ ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മറ്റ് മതങ്ങളും ഇവിടെയുള്ള മറ്റ് സമുദായങ്ങളും ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഓർത്തഡോക്സ് സഭയ്ക്ക്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു ദോഷവും സംഭവിക്കരുത്. അത് തന്നെയാണ് പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥന. അവരുടെ ഒന്നും ഗ്രാബ് ചെയ്യണ്ട, അവരുടെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അവകാശപ്പെട്ടത്, അർഹതപ്പെട്ടത് ഉടമസ്ഥർക്ക് ആരാധിക്കാൻ, വേറെ ഒന്നിനും അല്ലല്ലോ, ആരാധിക്കാൻ. നമുക്കറിയാമല്ലോ ഈ അറ്റാച്ച്മെൻറ്റ് ടു ദ ചർച്ച്, നമ്മുടെ അറ്റാച്ച്മെൻറ്റ് ടു ദ ചർച്ച്, അതിനോട് ചേർന്നാണ് സെമിട്രി ഇരിക്കുന്നത്. പള്ളി എന്ന് പറയുന്നത് ബിൽഡിംഗ് മാത്രമാണ്. അത് മോറോണിൻ്റെ അഭിഷേക ദൈവത്തിൻ്റെ ആലയമായിട്ട് മാറ്റി അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കണമെങ്കിൽ ദൈവാത്മാവുള്ള സുമനസ്സുകളുടെ കൂട്ടായ്മ ഉണ്ടാവണം. ആ സുമനസ്സുകളുടെ കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ മാത്രമേ അവിടെ ദൈവം ഇറങ്ങി വസിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് കല്ലും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച സുന്ദരമായ വാസ്തുശില്പങ്ങൾ മാത്രമായിരിക്കും. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. അത് ഞാൻ ആവർത്തിച്ച് പറയും. ഈ ശ്രേഷ്ഠ ബാവ തിരുമേനി ഈ സഭയെ ഒത്തിരി കരുതി ഞങ്ങൾക്ക് വേണ്ടി ഏത് സെമിത്തേരിയും തുറന്നു തരാമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചൊരു പിതാവാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മരണപ്പെട്ടവരടക്കാനുള്ളതായ പ്രയാസമുള്ള ഒരു ഘട്ടമുണ്ടായി. അന്നേരം ഈ തിരുമേനിയും കർദിനാൾ ആലഞ്ചേരി പിതാവും അതുപോലെ തന്നെ മാർത്തോമാ സഭയിലെ കാലം ചെയ്ത
ജോസഫ് മാർ മെത്രാപ്പൊലീത്ത ഒരുപോലെ പറഞ്ഞു, ലത്തീൻ സഭയും പറഞ്ഞു, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞങ്ങളുടെ പള്ളികളും ഞങ്ങളുടെ സെമിത്തേരികൾ നിങ്ങൾക്കായി തുറന്നു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വലിയൊരു ആശ്വാസം തന്ന ഒരു സഭ, ക്രിസ്ത്യൻ സഭകളാണ് ഇവിടെയുള്ള കേരളത്തിലെ സഭകൾ. അതിൽ ഞങ്ങൾ പരിശുദ്ധ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ അവരോടെല്ലാം അതീവ കൃതജ്ഞതയും സ്നേഹവും കരുതലും കടപ്പാടും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ശ്രേഷ്ഠ ബാവ തിരുമേനിയുടെ, കർദിനാൾ ബാവ തിരുമേനിയുടെ മുമ്പാകെ, ഈ സഭയ്ക്ക് മുമ്പാകെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ദീർഘമായി പറയുവാൻ സമയം എന്നുള്ളത്, ഞങ്ങൾക്ക് ചില ലീഗലായിട്ട് ചില ഗുണമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ പേരിനൊക്കെ അല്പസ്വല്പം ട്വിസ്റ്റൊക്കെ ഉണ്ടായി, ഒരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടായി, മലങ്കര മെത്രാപ്പൊലീത്ത മെട്രോപൊളിറ്റൻ ട്രസ്റ്റി ആയിട്ടൊക്കെ മാറ്റി. ലീഗലായിട്ട് വലിയ ഗുണമൊന്നും കിട്ടിയില്ല. അതുകൊണ്ടൊന്നും പരാജയങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായി. എല്ലാം നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ലോയേഴ്സ് ആണല്ലോ ഞങ്ങൾ നിയമങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അവർ പറഞ്ഞു തരുന്ന സീനിയേഴ്സ് പറഞ്ഞു തരുന്ന നിയമങ്ങളനുസരിച്ച് ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയത്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. ജനത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു, ശ്രേഷ്ഠ ബാവ തിരുമേനിയുടെ ആഗ്രഹമായിരുന്നു, സഭയുടെ സ്ഥാനികളുടെ, അവരെല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്, സമിതികളുടെ ആഗ്രഹമായിരുന്നു, സുന്നഹദോസിലെ മെത്രാച്ചന്മാരുടെ താല്പര്യം. അവരാണിത് അവതരിപ്പിച്ചത് മാനേജിങ് കമ്മിറ്റിയിൽ. പരമ്പരാഗതമായിട്ടുള്ള സുറിയാനി സഭയുടെ മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്ത എന്നുള്ള സ്ഥാനം ബലഹീനനും ഒന്നുമല്ലാത്തവൻ എനിക്ക് പരിശുദ്ധ പാത്രീരിക്കിസ് ബാവ തിരുമനസ് കൊണ്ട് കൽപ്പിച്ച് തന്നതിൽ ഞാൻ ഇതുവരെ ബാവയുടെ പരസ്യമായിട്ട് നന്ദി പറഞ്ഞിട്ടില്ല. ഐ beseech your holiness and kiss your holy feet for elevating me as the Malangara Metropolitan, and this church has been respected me, and this church respected me and congratulated me for this new position. So thank you very much, Baba Tirumeni, for receiving me and എന്നെ സ്വീകരിച്ചതിനും പ്രത്യേകമായി എന്നെ അഭിനന്ദിച്ചതിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഞാനൊരു വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, യുവർ ഗ്രേസ്, ഫോർ യുവർ വേർഡ്സ് ഓഫ് അപ്രീസിയേഷൻ ആൻഡ് ഫെലിസിറ്റേഷൻ. സന്തോഷകരമായ ഈ ചരിത്ര സംഗമത്തിൽ മംഗളഗാനം ആലപിക്കുന്നതിനായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ദൈവശാസ്ത്ര വിദ്യാർത്ഥികളും ബഹുമാനപ്പെട്ട വൈദികരും അടങ്ങുന്ന ഗായക സംഘത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Before starting the felicitation song in Syriac language, I would like to explain the content and meaning of the song in English. By the visit of most exalted High Priest, Moranmor Ignatius Ephraim, the Malangara Catholic Church rejoices. With true faith, our High Priest stands worthy. Foundation of the Church in his person. Blessed is our Qumran Moran, blessed is our Qumran Moran, Mor Ignatius Ephraim Karim, heir of the cathedral city Petrine Antioch. Hallelujah, hallelujah. This Syriac hymn is written by Father Dr. Raju Parakot, the Assistant Director of St. Ephraim Ecumenical Research Institute, the Center for Syriac Studies, managed by the Archieparchy of Tiruvalla of the Syro Malangara Catholic Church. Oh
അതിമനോഹരമായി മംഗളഗാനം ആലപിച്ച ഗായക സംഘത്തോടുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത പറപ്പള്ളിയച്ചനോടുള്ള പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ഈ ദിവസത്തെ തൻ്റെ സന്ദർശനം കൊണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമാക്കി അന്ത്യോക്യൻ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിക്കീസ് ബാവായി അനുഗ്രഹ വചസ്സുകൾക്കായി ക്ഷണിക്കുന്നു. മേ ഇൻവൈറ്റ് ദ പെട്രിയാർക്ക് ഹിസ് ഹോളിനസ് Moron Mor Ignatius Apraim II for the benedictory address. That's good. Thank you. Shemabo Wabro Ruho Qadisho Hadaloho Shariro. Amin. Beloved brother in Christ, His Beatitude, Primus Mor Baselios Catholicos, the head of the Sister Malankara Syrian Catholic Church, His Eminence Joseph Mor Gregorios, Metropolitan of Malankara, His Excellency Thomas Mor Korillos, Secretary of the Holy Synod of the Malankara Syrian Catholic Church, beloved Termeni Mare of the both churches together, Achemare, beloved people of Christ, members of these. Chamachin Mary, of course. How can I forget them? With this beautiful song they sang for us. Very impressive. I'm very grateful to all of you, with the Father Conductor and all of you. Thank you so much. Thank you. You really impressed me a lot. Thank you. Beloved Sister Mary and members of the Holy Church who are gathered here to receive us with such a grand reception and warm reception. Let me start by offering my gratitude and thanksgiving to our Heavenly Father for giving me this opportunity to come and visit this arch cathedral of the church, the seat and the center of the Malankara Syrian Catholic Church. I thank the Lord for giving me this opportunity to be the first Syrian Orthodox Patriarch of Antioch to come and visit this church. It's not that my predecessor did not want to come, but that just happened that no one before came, and I'm happy to be the first one to be here among you. On behalf of their eminences and the delegation, I offer my great thanksgiving and gratitude to our beloved, my dear brother, His Beatitude, for inviting me first to come and be with you, and second, for organizing this very warm reception, for
inviting all the bishops, the clergy, and representatives of different parishes of the church to be here today to receive me. I take this honor to be not for me personally, because I do not deserve it, but it's for the Holy See of Antioch, which is also the mother see of our beloved Malankara Syrian Catholic Church. I'm immensely happy to be with you. It goes without saying that we are at a time when working together is not a luxury, but is a need of the day. Especially being together and uniting our efforts towards the full unity which we all hope and pray for is the need of the hour, is the measure by which we measure our relationship with God, whether we are doing His will or not. He told us to be one. He prayed for our unity. He prayed to the Holy Father that all may be one. That prayer is for us, not only for the 12 apostles, it's for us, for the entire church, for the entire Christian church. And I'm very happy to say that the Syrian Orthodox Church of Antioch and the Catholic Church, both the Roman Catholic Church, the Vatican, as well as the Oriental Catholic churches, we have gone quite a long way in fulfilling that wish of the Lord. We have come a long way in working together. The relationship between our patriarchate and His Holiness the Pope of Rome is very strong, not only during my days, but also during the days of my predecessors. Started with the late lamented Patriarch Moronatos Yaqub III, who was the first Oriental Orthodox head of church to go to the Vatican and to sign a theological agreement. It was the first one. With the saint now, Paul VI. And then later, my predecessor, the late blessed memory Patriarch Morganatios Zakka I, also went to Rome, to the Vatican, and also signed a very, very important agreement with Saint also Pope John Paul II in 1984. In that agreement, communion was allowed between the two churches. Followers of one church can receive communion from the other church when there is a need. That was also a pioneering step. No one has done that. Even now, none of the other churches has signed such an agreement with the Roman Catholic Church. This shows how close we are and how eager we are to truly arrive at a full unity, at the full unity of the church. And I personally have the greatest love and admiration for His Holiness Pope Francis, and I can call him a friend, really. I see him quite often. Last summer I saw him twice, and last time I saw him, the attitude was there also during the opening of the Holy Synod. I was invited to attend the opening of the Holy Synod of the Catholic Church on synodality. And when I met His Holiness the Pope in his office, we had some very fruitful discussions as usual, but also he has very great sense of humor, of course. As we were leaving, he insisted coming with me to the door. I know his health is not very good and he uses a cane. I told him, please, Your Holiness, just stay here. He said, no, I have to come with you to the door. I said, why? He said, for two reasons. One, he says, to make sure you don't take anything on the way out. And the second, that to make sure that you are going, not coming back. Of course, he was joking. He always makes such nice jokes too. And I admire him as a leader of the Roman Catholic Church. And he has taken many initiatives, but he is also at a time when the church is facing difficulties and the society and the
civil values, if I may so, and the new ideologies are encroaching in the church, trying to come into the church, and he is in a very difficult situation concerning this. We pray for him, for his good health. The Syrian Catholic Church of Antioch is another sister church that we love, and the relationship with His Beatitude Patriarch Marognatios Joseph Yunan is very strong. And I can truly say that since we knew each other as bishops in America, both of us were there, and he became a patriarch a few years before me, 2009 I believe, and I became 2014. So when we met again as patriarchs, we renewed our relationship, and we have worked very closely. We always get together, and we always showed our people that we are one, although we are not still sharing in the same cup of Eucharist, but that is our hope, and that is our purpose for the future. But we are one. Unity is there. And I'm very grateful for this kind of relationship, especially during a time when the Middle East is going through difficulties, great difficulties. You heard Bawa talking about these groups, ISIS and others, who inflicted great suffering and harm to our people in the Middle East. I'm sad to report to you, to tell you that more than 50% of Christians have left Syria the last 12 years of war. And Iraq, even more than 90% of Christians have left during the last 20 years. This is how bad the situation is. This fanatic group came and slaughtered not only Christians, Muslims also. They destroyed not only churches and monasteries, but mosques also. And they, as you know, they kidnapped two of our beloved metropolitans of Aleppo, our own More Gregorius Johanna Ibrahim, and the Greek Orthodox Boulos Yazigi. And until now, this is now the 10th year, we don't know anything about their fate. These people came and tried to destroy our culture, our life, change our style of living. But of course they couldn't, because the entire population of these countries, Christian and Muslims, stood together to defend our country. And we as Christians have suffered a lot. We have suffered, therefore our working together is a must. And I'm glad to say that during these difficult times, the heads of the Oriental churches, Orthodox and Catholic, met together several times. We would meet like 7-8 times a year to pray together, to strengthen each other, and to discuss ways of protecting our flock and protecting the freedom of our people. This is how we came together during the time of war. And here I remember the saying of Pope Francis, who talks about the ecumenism of blood. This is indeed the ecumenism of blood, when we come together, because our blood is shed for Christ. Therefore, we have to be together. We have no option to be separate or to be far from each other. I'm grateful for the relationship with His Beatitude Patriarch Joseph Yunan, and I will surely, when I go here, I'll give him your Beatitudes and everybody's respect and greetings, of course. Syro Malankara Church, or Malankara Syrian Catholic Church, is dear to our heart. It has come to the aid of our people at a time where our people were suffering here in Kerala. I still suffer, of course. This church, which started with Mor Ivanios Abdo Daloho, you call him? Yeah, the servant of God, came out of the Antiochian Syrian tradition. The tradition that came to India since the early centuries. First with St. Thomas, I can say it, St. Thomas also had the Syriac Aramaic heritage that he brought with him. He was not in Antioch, but
He did bring with him the heritage of the Syrian Arameans, the people of the land of Palestine, of Syria, of Iraq, and that area. And then later, that heritage was strengthened further by the waves of people, fathers and lay people who came from Shema, from Antioch, to strengthen Christianity here. And the most famous among them is our Knanaya people who came from the city of Edessa, Urhoy, which was a great center of Syriac Christianity. And before that, it was a famous city kingdom, a kingdom made of one city within the Roman Empire, and the dynasty of the kings there, the Abjar. One of them, Abjar V, is the first king in Christianity, the first king to have believed in the Lord Jesus Christ. Even when Jesus Christ, our Lord, was still in Jerusalem in his earthly mission, he sent a delegation to him, invited him to come to Edessa to heal him from his disease. He had skin disease, and to live with him comfortably away from the persecution of the people, of the Jews. The Lord Jesus answered him, told him, I'm not coming. I came for this, to be persecuted and to die for the people, but I will send one of my disciples. And the church history tells us that Adai, the brother of Thomas, and Thomas Shlicha, went to Urfa, Urhoy, and baptized Abgar, thus becoming the first king in the entire world to have believed in the Lord Jesus Christ. Some of these people from Edessa in the year 345 came here to Kerala, and their descendants are the Knanaya, where ceremony is with us today. They were able to strengthen the believers who were scattered here in Kerala. Traditionally and canonically, as their eminences know, canonically, the Patriarch of Antioch has jurisdiction over the East. We say Patriarch of Antioch and the whole East, or the entire East. East means all the lands to the east of the Roman Empire, which included much of the Middle East, and then much of Asia, Persia, Afghanistan, Pakistan, India, China, and many other lands. We had dioceses in all of these countries. Some of them were lasted up to the 12th, 13th, and 14th centuries also, such in Afghanistan, for example, or in Azerbaijan. But only India lasted until now and will last forever until the end of this world, because of this continuous migration, if you like, from the Middle East towards here, Malankara. And because of this, all the Christians of India, especially of Kerala, were known as the Syrian Christians because of this connection. And the Malankara Syrian Catholic Church is one of these venerable churches that came out of this tradition. Therefore, we have the same tradition, the same roots, the same liturgy, the same way of living the Bible, the same spirituality. This is who we are. We are one people. We are one people. Therefore, I'm not surprised to see His Beatitude, Catholic Baba, extending hand to our people when they are in need. Yes, this morning I was told that when our people were kicked out of the church here in Trivandrum, the late More Gregorius Benedict received them and gave them one church to use as their own until they build their church. And also when we were going through Perumbaur, we went to we passed through, by the Malankara Syrian Catholic Church before reaching our own church, which was taken away, and then the little shed that our people have praying now. And I was told this church was used also, the Malankara Church, Catholic Church was used by our people when they were kicked out of their church. This does not show only a Christian charity, which is of course there, but it shows also a common feeling of being one. And this is very appreciated by us and very much shows the love, the charity, and the
vision that His Beatitude and their eminences, graces, metropolitans, and the clergy have. And I can only bless this kind of relationship and, of course, advise our people, His Eminence Malankara Metropolitan, their eminences, and everyone to even strengthen more this kind of relationship through dialogue. Maybe not theological, because theological is being held on the level of the theologians between Rome and the Orient, but on the pastoral level, that should be there. Probably there is a dialogue, joint dialogue on the pastoral level, and I'm very happy that dialogue may continue and may even be strengthened even more to cover different aspects of the life of our believers. His Beatitude is not stranger to me. I know him long time ago. We met in the United States several times, and I always felt his love and his feelings towards, not only towards me, but towards our church. That's always felt, always comes out whenever we meet. It just shows on his face and his nice and kind words. And I'm very happy to have known Termeni for such a long time, and now also to be able to visit his Beatitude at the center of the church here at this beloved and this beautiful cathedral. I thank you, Termeni, for all that you are doing on behalf of all Christians in southern Kerala, but in Kerala in general. And I especially thank you for taking great interest and trying to help in resolving this 110 years old division within the church in Malankara. I thank you for standing by the truth and justice, which is the duty of every Christian. And obviously, we want peace here in Malankara for everyone. We love all our people of all factions, not only two factions, but of all churches here. We love them because we feel we are one with them. And we are very eager to see peace here in Malankara between the two factions. Peace that is built on justice, otherwise it will not last. Peace that is built on dignity, on respect for each other. We will continue to work for that, and we will need the efforts of every person who can contribute, and his Beatitude is among the first to be able to help us with this. I know his relationship with different quarters here in both religious and political, and I know he will use this relationship towards that end. I have no doubt about that. I repeat once again my appreciation and my gratitude to your Beatitude for such a wonderful reception. You made us feel at home. You made us feel at home. And I hope we will be able to reciprocate by receiving your Beatitude in Damascus. Of course, you come to Lebanon, but Damascus also is worth visiting. For us, Damascus is the new Antioch. Antioch today is a town in Turkey. I went and visited during the earthquake last year. 70–80% of Antioch was destroyed by the earthquake. And of course, there aren't many Christians, only a few families are there. But Antioch will remain always the capital of our spirituality, the city of our origin, the city that we look up to, from which we receive our faith and our strength. Of course, through the Holy Fathers who served Antioch as the patriarchs, starting with St. Peter the Apostle, all the way to our weak self, who are sitting unworthily, without being worthy, without being deserving on this holy see. We are waiting for you, Your Beatitude. Come and visit us. Once again, I would like to repeat my thanks to all of you. Beautiful choir, and especially with this Syriac song that is composed and beautifully sung.
by the seminarians and by theology students. Thank you. God bless you all. My humble prayers and blessings are extended to your entire parishes. Please convey my prayers and blessings to the entire people in your respected parishes. May God bless you all. And finally, your Beatitude, More Gregorius Joseph, the Malakara Metropolitan, as he assumes his new position, I'm sure he will need you. So you are his big brother here. And I expect you, of course, to always extend your helping hand to him and to the church. Thank you very much. As a token of our love and appreciation for what you have been doing to our church, I'm going to give you a cross too. Because, you know, Slibo otho cheino, slibo nisho zochutho. The cross is the sign of peace, and it's the symbol of triumph. And that's what we need, to live in peace and to triumph over our sins, of our wickedness. And this cross is, you can use it, especially tomorrow starts Somorabo. It's a wooden cross, so it shows a little bit like goes with the Somo. Please accept it with our name is behind, so just to remind us whenever you use it. Thank you. Thank you. You can put it on my... Yes, you'll have 4 chains now. It's okay with me, I don't mind. So. Yes. We have come to the finale. Holy Father, now Your Holiness gave me this cross especially for the Lent, but with your coat of arms, the seal of the church, which I will use it. Today is complete because when I was elevated to the rank of the cardinal, it is Mar Gregorius Sirmeni who gave me this cross. Now it is complete. So if there is a third one, I will receive you from Damascus. When you come in Damascus. Yes. Could you please rise now? It is not enough our words or gift can repay what the Holy Father has done to us in the most dignified and spiritual way of visiting and praying with us. So we all believe our Blessed Mother is the most powerful mediator for us. Now we sing our traditional Marian lied, remembering the needs of the Syrian Orthodox Church worldwide and the Church specifically in India. We sing this Marian lied, and finally His Holiness will, along with, if you permit me, with all the bishops, His Holiness will bless you and our church. Let us pray the mediation of our Blessed Mother, Yilda Saloho. Deva Janani Dhanye Kanyagaye Parimala Dhuvato Dunni Chendam Ninnoma Mave Ninnode Prathanaya Loga Vyabhagamam Shanti Tirusabhatannil Sampriti Ivayallam Ulavakidaname Brichitul Morio Hauda
العباد شمايو ورعو آلوهم بارخ ونحاسي ونزاهي ونداكي ونقاديش الكل من دي الطياب عمام تشمشتو هودي روحونيتو نحاسي لي مريو آلوه ونحاسي العني ذوم هيمني شميعوثو وانقبلوث عبيذينين بس صوديم حيلوثو تعوذ قدوم بما ديلو تحيلتم رايمتو أبو وبرو روحو قاديشو العولة معلمين آمين قرية ليسون قرية ليسون قرية موران ترحم عليهم موران استراحم عليهم شبحولك موران شبحولك موران شبحولك سرك السنة ينقلوا ذي بداوين قداش موتي في സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കാലോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപേന മറിയമേനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നുയരുന്ന, മനസ്സിൽ നിന്നുയരുന്ന ഈ ദേവാലയത്തിലും പരിസരത്തിലുമുള്ള എല്ലാവരും നിറഞ്ഞ ഒരു കയ്യടി നമ്മുടെ സന്തോഷമായി പരിശുദ്ധ പിതാവിന് സമർപ്പിക്കുന്നു. തൗദി സാഗി മോറാൻ. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന അഭിനന്ദ പിതാക്കന്മാരോടും ബഹുമാനപ്പെട്ട വൈദികരോടും സന്യസ്തരോടും അൽമായ സഹോദരങ്ങളോടുമുള്ള നന്ദി സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. വന്ന് സംബന്ധിച്ച എല്ലാവർക്കും റിഫ്രഷ്മെൻറ്റ്സ് ക്രമീകരിച്ചിട്ടുണ്ട്. അതും സ്വീകരിച്ചതിന് ശേഷം മാത്രമേ മടങ്ങിപ്പോകാവുന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദികർക്കുള്ള റിഫ്രഷ്മെൻറ്റ്
ഞങ്ങളിലേക്ക് എഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം കൃപയോടെ ചെയ്തു കൊടുക്കണമെന്ന് സ്നേഹപരിചയം ഓർമ്മപ്പെടുത്തുകയും പരിശുദ്ധ ആളമാണ് പരിശുദ്ധ പുണ്യഭൂമിയിലേക്ക് തിരുവനന്തപുരത്ത് പുണ്യഭൂമിയിലേക്ക് എഴുന്നള്ളി വരികയാണ്. പരിശുദ്ധ പിതാവിന് ഉൾപ്പെടെ സ്വാഗതമായി ആശംസിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം വിശ്വാസികളെ ഒരു സാവകാശം നൽകി പരിശുദ്ധ പിതാവിനെ പുണ്യ അങ്കണത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. കൊണ്ട് ഇതായി പുണ്യഭൂമിയിൽ എഴുന്നള്ളി ഈ പുണ്യഭൂമി അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഈ ജനങ്ങളെ ആശീർവദിക്കുവാൻ തക്കവണ്ണം ഇതാ എഴുന്നള്ളി വന്നിരിക്കുന്നു. വിശ്വാസികളെ ഒരു പ്രാർത്ഥനയോടുകൂടി